ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കുറച്ച് സ്റ്റഡി ടിപ്സ് നോക്കിയാലോ. ഇത് ഞാൻ ഫോളോ ചെയ്യുന്ന ടിപ്സാണ്. ആദ്യമേ തന്നെ നമ്മൾ പഠിക്കാൻ വെക്കുന്ന ടേബിളെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വേണം വെക്കാൻ. ടേബിളിൽ ബുക്കൊക്കെ വലിച്ച് വരിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒതുക്കിയിട്ട് വേണ്ട വയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏതൊരു സബ്ജക്റ്റാണോ പഠിക്കാനിരിക്കുന്നത് ആ സബ്ജക്റ്റിൻ്റെ ടെക്സ്റ്റ് നോട്ടും കൂടാതെ തന്നെ ഒരു ഷോർട്ട് നോട്ടും കൂടി നമുക്ക് വേണേ. പഠിക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം ഇരിക്കാതെ അരമണിക്കൂർ പഠിക്കുകയും 5 മിനിറ്റ് നമുക്ക് ബ്രേക്ക് ടൈം ആയിട്ട് എടുക്കാം കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ എഴുന്നേറ്റ് പുറത്തൊക്കെ ഇറങ്ങി നടക്കാം, പിന്നെ നമുക്ക് വെള്ളം കുടിക്കാം, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പഠിക്കാനായിട്ട് ഇരിക്കണം. ഷോർട്ട് നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സബ്ജക്റ്റിൽ നിന്ന് അതിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒരു നോട്ടിൽ എഴുതി വെക്കുന്നതാണ് ഈ ഷോർട്ട് നോട്ട് എന്ന് പറയുന്നത്. ഷോർട്ട് നോട്ട് എഴുതുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു എഴുതി വെച്ച നോട്ട് നമുക്ക് പെട്ടെന്ന് എടുത്ത് നോക്കാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ അത് സോഷ്യൽ ആണെങ്കിൽ അതിൻ്റെ ഇയേഴ്സും അതുപോലെ തന്നെ പ്ലേസസും എഴുതി വയ്ക്കാം. മാത്സ് ആണെങ്കിൽ നമ്മൾ ഓരോ ഇക്വേഷൻസ് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. റീകോൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് പഠിച്ചു, അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ സബ്ജക്റ്റ് നമുക്ക് ഓർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിത് ഇടയ്ക്കായിട്ട് റീകോൾ ചെയ്തിട്ട് നമ്മുടെ മനസ്സിലോട്ട് കൊണ്ടുവരാം. മാത്സിന് എങ്ങനെയാണ് പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി മാത്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് മാത്സ് പെട്ടെന്ന് എളുപ്പത്തിലായി പഠിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരേ സബ്ജക്റ്റ് തന്നെ കുറേ സമയം പഠിക്കാതിരിക്കുക, മാറിയിട്ട് ഒരേ സബ്ജക്റ്റും വെച്ച് പഠിക്കുക. ഒരാഴ്ചയിലത്തെ അവസാനത്തെ ശനിയാഴ്ച നമ്മൾ അതുവരെ പഠിച്ച അല്ലെങ്കിൽ ക്ലാസ്സിൽ അതുവരെ എടുത്ത സബ്ജക്റ്റ് എല്ലാം നമ്മൾ പഠിച്ചു എന്ന് ഉറപ്പ് വരുത്തുക. ഏത് സബ്ജക്റ്റിൻ്റെ ആയാലും ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റീഡ് ചെയ്യുക. മാത്സിൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻസ് ചെയ്ത് പഠിക്കുക. ഇതിലത്തെ ഏറ്റവും മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സബ്ജക്റ്റാണോ പഠിക്കാനിരിക്കുന്നത് അത് നമ്മൾ വളരെ കോൺസെൻട്രേഷനോട് കൂടി ഇരുന്ന് പഠിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പഠിക്കാനിരിക്കുന്ന സമയം വെറുതെ വേസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുക. ഇതിലത്തെ അവസാനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സാമിൻ്റെ തലേദിവസം ഇരുന്ന് പഠിക്കാണ്ടിരിക്കുക, കാരണം നമുക്കത് ഓർമ്മ കിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, ബൈ.